നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച സഖാവ് VS അച്യുതാനന്ദനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു പ്രധാന കാര്യമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ശ്രീ പിണറായി വിജയൻ കയറിയിരുന്നെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം സഖാവ് VS അച്യുതാനന്ദൻ എന്ന കരുത്തുറ്റ മനുഷ്യന്റെ ഔദാര്യം കൂടിയാണ്. കേരള സമൂഹം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാവിധ വേർതിരിവുകളും മാറ്റിവെച്ച് ഒരുപോലെ നെഞ്ചിലേറ്റിയ, അഗാധമായി ആരാധിച്ച ചില അപൂർവ മനുഷ്യരുണ്ട്. അത്തരത്തിൽ അങ്ങേയറ്റം കറകളഞ്ഞ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല. ആ വലിയ മനുഷ്യൻ നൽകിയ രാഷ്ട്രീയ തണലിലാണ് പിണറായി വിജയൻ വളർന്നു വന്നതും ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നതും. എന്നാൽ കൗതുകകരവും ഒപ്പം സങ്കടകരവുമായ കാര്യം എന്തെന്നാൽ, തനിക്ക് സുരക്ഷിതമായ തണൽ നൽകിയ ആ വലിയ മരത്തേക്കാൾ കാതലില്ലാത്തതുപോലെ വളർന്ന് ഒടുവിൽ തണൽ നൽകിയ ആ മരത്തെപ്പോലും തള്ളിയിട്ടുകൊണ്ട് വളർന്നു വന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, VS അച്യുതാനന്ദന്റെ വിലയേറിയ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വാരാന്ത പതിപ്പ് അച്ചടിച്ചതിന് ശേഷം പെട്ടെന്ന് വിതരണം ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച CPMന്റെ ഔദ്യോഗിക മുഖപത്രമായ ദേശാഭിമാനി പത്രത്തെക്കുറിച്ചാണ്. VSന്റെ മുൻ പ്രസ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ജീവിതം ആഴത്തിൽ രേഖപ്പെടുത്തിയ ജീവചരിത്രകാരനുമായ KB സുധാകരൻ വളരെ ശ്രദ്ധയോടെ എഴുതിയ മനോഹരമായ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയതായിരുന്നു ആ വാരാന്ത്യ പതിപ്പ്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവസാന നിമിഷം ആ പതിപ്പിന്റെ വിതരണം പാർട്ടി നേതൃത്വം തടയുകയായിരുന്നു. സാധാരണയായി എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ വായനക്കാരിലേക്ക് എത്താറുള്ളതാണ് ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ്. എന്നാൽ ഈ പ്രത്യേക ദിവസത്തെ പത്രത്തോടൊപ്പം മാത്രം ആ പതിപ്പ് ഉണ്ടായിരുന്നില്ല. പത്രത്തിൽ ഒരു ചെറിയ അറിയിപ്പ് നൽകി അവർ അതിനെ നിസ്സാരവൽക്കരിക്കാൻ നോക്കി. അതായത്, സാങ്കേതികമായ ചില പിഴവുകൾ മൂലം മാത്രമാണ് ഇന്നത്തെ വാരാന്ത്യ പതിപ്പ് ഇല്ലാത്തത് എന്നതായിരുന്നു അവരുടെ വിചിത്രമായ ന്യായീകരണം. എന്നാൽ സത്യം അതല്ല. ദേശാഭിമാനി പത്രം തുടക്കമിട്ട കാലം മുതൽ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. VS അച്യുതാനന്ദന്റെ ജീവിത ചരിത്രവും രാഷ്ട്രീയ സംഭാവനകളും പത്രത്തിൽ എഴുതി വന്നപ്പോൾ മാത്രം പെട്ടെന്ന് ദേശാഭിമാനി പത്രത്തിന് ഒരു കടുത്ത വിറയലും പനിയും പിടിപെട്ടിരിക്കുകയാണ്. അത് ഏതുതരം വൈറൽ പനിയാണെന്ന് ആർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവർ കണക്കുകൂട്ടിയിട്ടുണ്ടാകാം. കള്ളൻ വിജയൻ എന്ന പേരിൽ വന്ന ഒരു നാടക നിരൂപണം ആ വാരാന്ത്യ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ് ഈ പതിപ്പ് അവസാന നിമിഷം പിൻവലിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പരസ്യമായ രഹസ്യം. മുൻകാലങ്ങളിൽ കറുത്ത നിറം കാണുമ്പോൾ പോലും കടുത്ത രീതിയിൽ ഹാലിളകുമായിരുന്ന പിണറായി വിജയൻ കള്ളൻ വിജയൻ എന്ന് പച്ചയായി വലിയ വെണ്ടയ്ക്ക അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് കണ്ടാൽ പിന്നെ വെറുതെ ഇരിക്കുമോ? അതും മറ്റാരുടെയോ പത്രത്തിലല്ല, മറിച്ച് സ്വന്തം പാർട്ടിയുടെ മുഖപത്രത്തിൽ തന്നെ അത്തരം വരികൾ പ്രിന്റ് ചെയ്തു വന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഹാലിളകാതിരിക്കാൻ കഴിയുമോ? അതിനോടൊപ്പം സഖാവ് VSനെ കുറിച്ചുള്ള നല്ല വാക്കുകളും പ്രശംസകളും കൂടിയാകുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകുമല്ലോ. പിണറായി വിജയന്റെ സ്ഥിരം വിമർശകനും എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗവുമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് പിണറായി വിജയനെതിരെ രംഗത്തു വന്നിരിക്കുന്നത്. പിണറായി വിജയനെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്. താൻ ജയിലിൽ കിടന്നതിന് ഒരു പരിധിവരെ പിണറായി വിജയൻ കാരണമായി എന്ന ചിന്തയായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിണറായിക്കെതിരെയുള്ള കടന്നാക്രമണത്തിന് മൂർച്ച കൂടാൻ കാരണം. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെക്കുറിച്ച് മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ ലേഖനം വന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചെങ്കിലും ഇന്ന് വിതരണം ചെയ്തില്ല. അച്യുതാനന്ദൻ മരിച്ചിട്ടും വിജയനുള്ള പക തീരാത്തതുകൊണ്ടാണ് അത് വിതരണം ചെയ്യാതിരുന്നതെന്ന് ആദ്യം കരുതി. പിന്നീടാണ് മനസ്സിലായത്, പുല്ലൻപാറ വിജയൻ എന്ന നാടകകൃത്തിനെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് നൽകിയതിന് ഒറിജിനൽ വിജയൻ കോപിച്ചതുകൊണ്ടാണത്രേ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് വിതരണം ചെയ്യാതിരുന്നത്. കള്ളൻ എന്ന് കേട്ടാൽ തന്നെ അത് താനാണെന്നുള്ള തോന്നലൊക്കെ നല്ലതാണെങ്കിലും നാട്ടിൽ മറ്റൊരു വിജയനും കള്ളൻ വിജയൻ എന്ന പേര് വരാൻ പാടില്ല എന്നുള്ള ഈ പ്രൊഫഷണൽ ഈഗോ ശരിയല്ല മിസ്റ്റർ പിണറായി. NB, നിങ്ങൾ വിതരണം ചെയ്താൽ പോലും ഈ പത്രം ആരും വായിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ആകെ നഷ്ടം ആക്രി കച്ചവടക്കാർക്ക് മാത്രം. രാഹുൽ പങ്കുവച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ സുവർണ ചരിത്രത്തിൽ VS അച്യുതാനന്ദൻ എന്നത് വെറുമൊരു വ്യക്തിയുടെ പേര് മാത്രമല്ല,
മറിച്ച് അത് കേരളം കണ്ട ശക്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയും നിലപാടുകളെയും കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു കാലത്തും വിട്ടുവീഴ്ച ചെയ്യാത്ത കർശനമായ നിലപാടുകളും അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടങ്ങളും സാധാരണക്കാരായ മനുഷ്യരുടെ മാത്രം ശബ്ദമായി മാറിയ ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ ജീവിതവുമാണ് VSനെ ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സജീവമായി നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരമദിനത്തിലോ അനുസ്മരണ വേളകളിലോ അദ്ദേഹത്തിന്റെ ജീവിതവും മഹത്തായ രാഷ്ട്രീയ സംഭാവനകളും മുൻനിർത്തി വളരെ വിശാലമായ രീതിയിൽ അനുസ്മരണ പരിപാടികൾ നടത്തേണ്ട ആദ്യത്തെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കാണ്. എന്നാൽ യാതൊരു വിധത്തിലുള്ള അത്തരം ആദരവുകളും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ശക്തമായ വിമർശനമാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായി ഉയരുന്നത്. മരണപ്പെട്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പോലും തങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം വഴിതെളിച്ചു തന്ന ആ മഹാമനുഷ്യനോട് കാണിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദ പോലും പാർട്ടി കാണിച്ചില്ല. എങ്കിലും പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ലെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്നായി അറിയാം. ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് പിണറായിയിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയെന്നും അതിനെ അദ്ദേഹം തന്റെ സ്വന്തം കുടുംബ സ്വത്താക്കി മാറ്റിയെന്നുമുള്ള അതിശക്തമായ ജനകീയ ആരോപണങ്ങൾ ശക്തമായി ഉയരുന്ന ഈ സമയത്ത് അച്യുതാനന്ദനെ പോലെ ചില മനുഷ്യർ മുൻപ് കേരളത്തിൽ ജീവിച്ചിരുന്നുവെന്നും അവരുടെ യഥാർത്ഥ രാഷ്ട്രീയം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നും അവർ പറഞ്ഞുവെച്ച ആശയങ്ങൾക്ക് നേർവിപരീതമാണ് ഇന്ന് പിണറായി ചെയ്തു കൂട്ടുന്നതെന്നും ഉള്ള സത്യങ്ങൾ ജനങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയെന്നതും വാസ്തവമാണ്. ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ പറയാവുന്ന വലിയൊരു പാരമ്പര്യമൊന്നുമില്ലാത്ത പ്രസ്ഥാനമാണ് ദേശാഭിമാനി പത്രം. ആ പത്രം ആരംഭിച്ച കാലം മുതൽ ഇന്നുവരെ അനുവർത്തിച്ചു പോരുന്ന ചില കൃത്യമായ രീതികളും ചിട്ടവട്ടങ്ങളും അതിനുണ്ട്. അത്തരമൊരു പത്രത്തിന് അല്ലെങ്കിൽ അവിടെ തുടർച്ചയായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് പെട്ടെന്ന് അബദ്ധം പറ്റിപ്പോയെന്നും ലേഖനത്തിൽ വലിയ പിശകുണ്ടായെന്നുമൊക്കെ പിണറായിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇപ്പോൾ വാദിച്ചാൽ അത് കേട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ വേറെ ആളുകളെ നോക്കണം. നിങ്ങൾ എന്നെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് മുൻകാലങ്ങളിൽ ജനങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതേ മനുഷ്യരെ കൊണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധിയാക്കി മാറ്റിയെന്ന് തിരുത്തി പറയിപ്പിച്ചത് പിണറായിയുടെ തെറ്റായ ഭരണരീതിയാണ്. ഞാൻ ഇരട്ടച്ചങ്കനാണ്, ഈ കൈകൾ പൂർണ്ണമായും ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അന്തം കമ്മികളുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ ഇനിയും എക്കാലവും മുന്നോട്ടു പോകാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് സഖാവ് അച്യുതാനന്ദനെയും സഖാവ് EK നയനാരെയും പോലുള്ള കമ്മ്യൂണിസത്തിലെ കറകളഞ്ഞ യഥാർത്ഥ നേതാക്കളുടെ പഴയ വാർത്തകളും നിലപാടുകളും വീണ്ടും പൊതുചർച്ചകളിലേക്ക് വന്നാൽ അത് തന്റെ സ്വാധീനത്തെ ബാധിക്കുമെന്ന ഭയമാണ് പിണറായിയെ ഇന്നലട്ടുന്നത്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.